നമസ്കാരം, തിരുവനന്തപുരം ന്യൂസിലേക്ക് സ്വാഗതം. കോഴിക്കോട് താമരശ്ശേരിയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഷഹബാസിന്റെ മരണം ക്രൂരമായ മർദ്ദനമേറ്റെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഷഹബാസിന്റെ വലതു ചെവിയുടെ മുകളിലായി തലയോട്ടി തകർന്ന നിലയിലാണ്. നെഞ്ചിലേറ്റ മർദ്ദനത്തിൽ ആന്തരിക സ്രാവമുണ്ടായി. കൂടാതെ ചെവിയുടെ പുറകിലും കണ്ണിനും മർദ്ദനമേറ്റതായാണ് കണ്ടെത്തിയിരിക്കുന്നത്. കട്ടിയുള്ള ഏതോ ആയുധം കൊണ്ട് ഷഹബാസിന്റെ തലയ്ക്ക് അടിയേറ്റെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരിച്ച ഷഹബാസ്. ട്യൂഷൻ സെന്ററിൽ ഫെയർവെൽ പാർട്ടിക്കിടെ ഉണ്ടായ തർക്കവും സംഘർഷവുമാണ് വിദ്യാർത്ഥിയുടെ മരണത്തിൽ കലാശിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ട്യൂഷൻ സെന്ററിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ സെന്റ് ഓഫ് പാർട്ടി നടന്നത്. എലൈറ്റ് സ്കൂളിലെ വിദ്യാർത്ഥികൾ ഡാൻസ് കളിക്കുന്നതിനിടയിൽ പാട്ട് നിന്നിരുന്നു. അപ്പോൾ താമരശ്ശേരി സ്കൂളിലെ വിദ്യാർത്ഥികൾ കൂകി വിളിച്ചു. ഇതാണ് സംഘർഷത്തിന് കാരണമായത്. ഫോൺ തകരാറിലായതുകൊണ്ടാണ് പാട്ട് നിന്നത്, ഡാൻസ് തടസ്സപ്പെട്ടത്. ഇതിന് പിന്നാലെയാണ് താമരശ്ശേരി സ്കൂളിലെ വിദ്യാർത്ഥികളോട് എലൈറ്റ് സ്കൂളിലെ വിദ്യാർത്ഥികൾ ദേഷ്യപ്പെട്ടത്. പിന്നാലെ അത് വാക്ക് തർക്കത്തിലോട്ടും അടിപിടിയിലോട്ടും കലാശിക്കുകയായിരുന്നു. അധ്യാപകർ ഇടപെട്ടാണ് പരിപാടി നിർത്തിവെച്ചത്. കൂടാതെ വിദ്യാർത്ഥികളെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയും ചെയ്തു. എന്നാൽ പ്രതികാരം അവിടെ തീർന്നിരുന്നില്ല. സമൂഹ മാധ്യമങ്ങളിലൂടെ കണക്കു തീർക്കണമെന്ന തരത്തിലുള്ള പല ആഹ്വാനങ്ങളും ചർച്ചകളും ഉണ്ടായി. തുടർന്നാണ് വ്യാഴാഴ്ച വൈകിട്ട് സംഘം ചേർന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് എത്തിയ വിദ്യാർത്ഥികൾ തമ്മിൽ അടിപിടി ഉണ്ടായത്. ഇതിനിടയിലാണ് ഷഹബാസിന് ഗുരുതരമായ പരിക്കേറ്റത്. ആന്തരിക രക്തസ്രാവത്തെ തുടർന്നാണ് ഷഹബാസിനെ ICUയിൽ പ്രവേശിപ്പിച്ചത്. ഇതിന് പിന്നാലെയാണ് മരണം സംഭവിച്ചത്. ഷഹബാസിനെ മർദ്ദിക്കുമെന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കൂടാതെ മറ്റൊരു വിദ്യാർത്ഥിയും ഇവർ മർദ്ദിച്ചിരുന്നതായാണ് വിവരം. ആരാണ് വിദ്യാർത്ഥിയെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയതെന്ന് അറിയില്ലെന്നാണ് വിദ്യാർത്ഥികൾ വെളിപ്പെടുത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് കുറ്റാരോപിതരായ 5 വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട്. ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ മുന്നിൽ ഹാജരാക്കിയ 5 പേരെയും വെള്ളിമാട് കുന്നിലെ ഒബ്സർവേഷൻ ഹോമിലോട്ട് മാറ്റി. ഇവരെ SSLC പരീക്ഷ എഴുതാൻ അനുവദിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. രക്ഷിതാക്കളുടെ അഭ്യർത്ഥന പ്രകാരമാണ് ഇത്. ഷഹബാസിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സംഘർഷം ആസൂത്രണം ചെയ്തത് സംഘം 57 എന്ന വാട്സപ്പ് ഗ്രൂപ്പാണെന്നും പറയുന്നുണ്ട്. ഇതിൽ താമരശ്ശേരി HSS, MJ HSS, ചക്കാലക്കൽ AHSS, പുനലൂർ GVHSS എന്നീ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ സംഘർഷത്തിന്റെ ഭാഗമായി എന്ന് അറിയുന്നുണ്ട്. ഈ ഗ്രൂപ്പിൽ പ്രധാനമായും 14 കുട്ടികളാണ് ഉണ്ടായിരുന്നതായി പോലീസ് പറയുന്നത്. ഷഹബാസിനെ കൊലപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവർ ആസൂത്രണം ചെയ്തത് ഈ വാട്സപ്പ് കൂട്ടായ്മ വഴിയായിരുന്നു. കൂടാതെ പല ആയുധങ്ങളും ഈ കുട്ടികളുടെ കൈവശം ഉണ്ടായിരുന്നതായാണ് വിവരം. കൂടാതെ ഈ ആക്രമണത്തിൽ കുട്ടികളെ കൂടാതെ മുതിർന്നവരും ഉണ്ടായിരുന്നുവെന്നും സംഭവത്തിലെ സാക്ഷികളായ വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്. മുഹമ്മദ് ഷഹബാസിനെ മർദ്ദിച്ച ആൾക്കാരെ ഇവർക്ക് അറിയാമെന്നാണ് വിദ്യാർത്ഥികൾ വ്യക്തമാക്കുന്നത്.